നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് ഈ ചാനലിലൂടെ ജ്യോതിഷ വിഷയത്തിൽ പുതുവർഷത്തെക്കുറിച്ച് പറയുകയാണ്. പുതുവർഷം എന്ന് പറയുമ്പോൾ 1202 ആണ്ട് ചിങ്ങമാസം തൊട്ട് കർക്കിടക മാസം വരെ വരുന്ന ഒരു വർഷമാണ് മലയാളികളുടെ പുതുവർഷം. നമ്മൾ ജനുവരിയും അതുപോലെ മേടമാസവും ഒക്കെ എടുക്കുമെങ്കിലും മലയാളികളുടെ പുതുവർഷം ചിങ്ങം തൊട്ട് കർക്കിടകം വരെയാണ്. ഈ പുതുവർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഓരോ രാശിക്കാർക്കും പുതുവർഷം എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ന് തുലാം രാശിക്കാരുടെ ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കാം. തുലാം രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗം, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ 3/4 ഭാഗവും ചേർന്ന 2.25 നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽപ്പെടുന്നത്. തുലാം രാശിയിൽപ്പെടുന്ന ഈ രാശിക്കാർക്ക്, തുലാം രാശിക്കാർക്ക്, ഈ നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം വളരെ ഭാഗ്യദായകമാണ്. 2 കാരണങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് കണ്ടകശനിയോ ഏഴരശനിയോ അഷ്ടമശനിയോ ഒന്നും തന്നെ ഇല്ല. ശനി പ്രപഞ്ചത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ നല്ല ദശ നിന്നാൽ പോലും ശനിയുടെ ബന്ധം വന്നാൽ അതിൻ്റെ ഫലത്തെ കുറച്ച് കളയും. മറ്റൊന്ന്, പ്രപഞ്ച ഗുരുവായ വ്യാഴം ഏറ്റവും പോസിറ്റീവ് എനർജിയെ പ്രദാനം ചെയ്യുന്ന, ഗ്രഹങ്ങളെല്ലാം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എനർജിയാണ്, എനർജിയുടെ സ്രോതസ്സാണ് ഓരോ ഗ്രഹങ്ങളും. അപ്പോൾ ആ വ്യാഴമാവട്ടെ ഇവിടെ 10ാം ഭാവത്തിൽ നിലനിൽക്കുകയാണ്. കർമ്മസ്ഥാനത്ത് വ്യാഴം നിൽക്കുകയാണ്. 10ലാണ് വ്യാഴം നിലനിൽക്കുന്നത്. കർമ്മസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കർമ്മ പുഷ്ടിയെ കൊടുക്കും. ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും. ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റം കിട്ടും. രണ്ടുമല്ലാത്തവർക്ക് തത്തുല്യമായ അവസ്ഥയെ കൊടുക്കും. ഇപ്പോൾ പുതിയ എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ചെയ്യുക. അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ പുതിയ 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 കാര്യങ്ങൾ തുടങ്ങാൻ, അത് വീട് വയ്ക്കാനാവട്ടെ, വാഹനം വാങ്ങാനാവട്ടെ, അതുപോലെ ജോലിക്ക് ശ്രമിക്കാനാവട്ടെ, ബിസിനസ് തുടങ്ങാനാവട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ധൈര്യമായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് അതിന് ഗുരുവിൻ്റെ സപ്പോർട്ടുണ്ടാവും. 10ൽ നിൽക്കുകയാണ്, കർമ്മസ്ഥാനത്ത് നിൽക്കുകയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമ്മൾ ചെയ്യുന്നതിനെ വിജയിപ്പിച്ച് തരികയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. കാരണം ശനിയുടെ ഒന്നും ബന്ധമില്ലാതെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഇടവരുത്തും. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. അതുപോലെ ബെൽ ബട്ടൺ അമർത്താൻ പറഞ്ഞതിൻ്റെ പ്രധാന കാരണം, ഞങ്ങൾ ലൈവ് പ്രോഗ്രാം ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ലൈവിൽ പങ്കുചേരാൻ സാധിക്കും. പക്ഷേ ലൈവ് കുറച്ചാളുകളാവുമ്പോൾ തന്നെ കുറച്ചാളുകളുടെ ഫലം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ വൈകിപ്പോവും. അത് വരാതെ ആ വൈകൽ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കൊരു നല്ല സമയം വരെയാണ്. നമ്മളെ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ആ സമയത്തെ മനസ്സിലാക്കി, നല്ലതും ചീത്തയും മനസ്സിലാക്കി പ്രവർത്തിച്ച് അവരും രക്ഷപ്പെട്ട് പോട്ട്. എല്ലാ തുലാരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.